നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ നാടിനും ഓരോ രുചി വൈവിധ്യങ്ങളുണ്ട് അല്ലേ? തിരുവനന്തപുരത്തും ഉണ്ട് അങ്ങനെ കുറേ വിശേഷപ്പെട്ട രുചികൾ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാടൻ കോഴി കൊണ്ടുള്ള പെരട്ടും തോരനും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. ഒരുപാട് വർഷങ്ങളായി തിരുവനന്തപുരത്ത് ഈ രുചികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾക്ക് എവിടെയൊക്കെയാണ് ഈ നാടൻ കോഴി കൊണ്ടുള്ള വിഭവങ്ങൾ കിട്ടണമെന്നുള്ള ചെറിയൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറേ സ്ഥലങ്ങളുണ്ട്, കുറച്ച് റിമോട്ട് ഏരിയയിലൊക്കെയാണ് പലതും. നമ്മൾ എത്ര ദിവസം എടുക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. ഒന്ന് തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് ഓമനമ്മയുടെ കടയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. 2.5 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മളെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നു. അന്ന് ഈ കടയെ പറ്റി ഇവിടെയുള്ളവർക്കല്ലാതെ പുറത്തേക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ വന്നൊരു വീഡിയോ എടുത്തു. പിന്നെ നമ്മളപ്പോൾ ഞാൻ കടയ്ക്ക് വേറെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓമനമ്മയുടെ കട എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കടയുടെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓമനമ്മയുടെ കട. പിന്നെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 50-60 പുറത്ത് വീഡിയോസ് ഓമനമ്മയുടെ കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട, ഞാൻ എടുത്തോളാം. അപ്പോൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ വന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓമനമ്മേനെ ഇങ്ങനെ കാണും, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ വന്നൊരു വീഡിയോ എടുക്കുന്നു, ഒരുപാട് ആളുകൾ വന്ന് പിന്നീട് അത് വീണ്ടും അത്തരം ഇടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു പ്രധാന സംഗതി ഇതാണ്. മാത്രമല്ല ഇവിടെ ദോശ കണ്ടോ, ദോശയൊക്കെ 2 രൂപയ്ക്കാണ് കേട്ടോ. 2 രൂപയുടെ ദോശയും അതിൻ്റെ കൂടെ നാടൻ കോഴിയും. ബീഫ് വേണമെങ്കിൽ അതുമുണ്ട്, കപ്പയുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇത് റെഡിയാവും. രാത്രി 7 മണി വരെ ഉണ്ട്. ഇത് ശരിക്കും കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ 10 മണി ആ ഒരു സമയമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചും കൂടി കുറുകി വരുന്ന സമയമാകുമ്പോൾ നല്ല ഗ്രേവി ഒന്നും തീരെ കാണൂല. വിറകടുപ്പിലാണ് അവിടെ അങ്ങനെ കിടക്കുക, അടുപ്പിൽ തന്നെ. അടിപൊളി, അന്നത്തെ മാതിരി തന്നെ ഉണ്ട്. ഇപ്പോഴും ദോശയ്ക്ക് വില കൂട്ടിയിട്ടില്ല അല്ലേ? അന്നും 2 രൂപ തന്നെയായിരുന്നു, ഇപ്പോഴും 2 രൂപ തന്നെ. ഇവിടേക്കൊന്നും ഒന്നിനും വിലക്കയറ്റമൊന്നും വന്നിട്ടില്ല. ഇവരിങ്ങനെ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ ഓർമ്മിച്ച് വെച്ചോ. തിരുവനന്തപുരത്ത് കള്ളിക്കാട് നിന്ന് പൂഴനാട് പോകുന്ന വഴിയിൽ മൂഴി എന്നാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നീല ബോർഡ് കാണും, ഓമനമ്മയുടെ കട എന്ന് പറഞ്ഞിട്ട്. ചോറിൻ്റെ കൂടെ നാടൻ കോഴിയുടെ ഒരു പെരട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇത് അടുത്ത സ്പോട്ടാണ് അനന്തു ഹോട്ടൽ. അനന്തു ഹോട്ടലിൽ വന്നാൽ ഊണും കൂടെ കിട്ടും കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ഊണ് ഇല്ലല്ലോ, നമ്മൾ നാടൻ കോഴി എടുക്കാൻ പോകണേ. ഇവിടെ കറിയുണ്ട്, അല്ലാണ്ട് തോരനുണ്ട്, പെരട്ടുണ്ട്, അങ്ങനെ ഓരോ സെക്ഷനായിട്ടുണ്ട് നാടൻ കോഴിയുടെ തന്നെ. ലൊക്കേഷൻ ശരിക്കും വരുന്നത് ബാലരാമപുരം വിഴിഞ്ഞം റോഡിലാണ്. ഇതിന് പറയുക പെരിങ്ങമല എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. പിന്നെ ഭാരതി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അനന്തു ഹോട്ടലുള്ളത്. ഞായറാഴ്ചയും ഇവിടെ വന്നാൽ അതൊക്കെ കിട്ടും അല്ലേ? സാധാരണ കടകൾ അവധിയല്ലേ, ഇവിടെ അങ്ങനെ അവധിയൊന്നുമില്ല. എല്ലാ ദിവസം വന്നാലും നല്ല നാടൻ കോഴിയുടെ കറികളൊക്കെ കഴിക്കാം. നമ്മൾ ഈ നാടൻ കോഴിയുടെ ഇത് കഴിക്കാൻ പോകുന്ന മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പുട്ട്, പിന്നെ കപ്പ, അതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നാൽ ചോറിൻ്റെ കൂടെയും കൂടെ കിട്ടും. തിരുവനന്തപുരത്തെ നാടൻ കോഴി സ്പോട്ടുകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഈ സഖാവ് ഹോട്ടൽ. അപ്പോൾ ലൊക്കേഷൻ ഇത് നരുവാമൂട് എന്നാണ് പറയുന്നത്. പ്രാവച്ചമ്പലത്ത് നിന്ന് 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ. പ്രാവച്ചമ്പലത്ത് നിന്ന് കൃത്യം 1 കിലോമീറ്റർ വരുമ്പോൾ നരുവാമൂട് ജംഗ്ഷനിലായിട്ട് സഖാവ് ഹോട്ടൽ. പുട്ട്, കപ്പ, നാടൻ കോഴിയുടെ പെരട്ട്, ഇത്രയാണ് ഇവിടെ കിട്ടുന്നത്. ശ്യാമും ഉണ്ട് ഇന്ന് കൂടെ കേട്ടാ. വാഴ ഇലയിലൊക്കെയാണ് തരുന്നത്. അപ്പോൾ അതാ പുട്ടിൻ്റെ കൂടെ പുട്ടും പെരട്ടും. കപ്പയാണെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയ കപ്പയാണ്, എന്നിട്ട് ഉടച്ച കപ്പയല്ല. അതും നല്ലോണം വെന്ത ഇവിടെ നിന്നൊക്കെ കിട്ടണ കപ്പകളായിരിക്കും അല്ലേ? പാടത്തു നിന്നൊക്കെ കൃഷി ചെയ്യണോടത്തുനിന്ന് കൊണ്ടുവരണ ആയതുകൊണ്ടേ നല്ല വെന്ത കപ്പയാണ്. പഴയ രുചിയിൽ നിന്ന് യാതൊരു മാറ്റമില്ല, അന്നത്തെ മാതിരി തന്നെ ഉണ്ട് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. അന്ന് നമ്മൾ രാവിലെ തന്നെ വന്നിട്ടാണ് കുക്കിങ്ങൊക്കെ ചേർത്തെടുത്തത്. ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയായി വരുമ്പോൾ. അപ്പോൾ അന്ന് ഞങ്ങൾ വരുന്ന വീഡിയോ എടുക്കണ സമയത്ത് ഇവിടെ ഗൂഗിൾ പേ സംവിധാനങ്ങളൊന്നുമില്ല. ആ റീല് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്തും വീഡിയോയിലൊക്കെ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു ഗൂഗിൾ പേ ഇല്ല, നിങ്ങൾ പൈസ ആയിട്ട് വരണം. പക്ഷെ ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ കുഴപ്പമില്ല.
ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടാണ് കറി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/4 കിലോ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 150 രൂപ. സമയം വരുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽ രാത്രി 9 മണി വരെ. ഞായറാഴ്ചയാണെങ്കിൽ കടയില്ല. പുട്ടും പെരട്ടും കഴിച്ചു നോക്കാം അല്ലേ. നാടൻ കോഴി പെരട്ടിനെ പറ്റി അല്ലെങ്കിൽ നാടൻ കോഴി കറിയെ പറ്റി പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഈ അവണാങ്കുഴി ബാലമുരുക. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, 1-2 വർഷം മുന്നേ. പിന്നെ ഒരുപാട് വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ആളാണ് ഇവിടുത്തെ കണ്ണൻ ചേട്ടൻ. അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ കൈപ്പുണ്യം അറിയാത്ത ആരും തന്നെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാവില്ല. തിരുവനന്തപുരത്തുകാരെന്ന് മാത്രമല്ല, പല നാട്ടിൽ നിന്നും ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഇത്. ഇവിടെയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ കടയുണ്ട് കേട്ടോ. അപ്പോൾ ചില കടകളൊക്കെ കുറച്ച് സമയമല്ലോ, പക്ഷേ രാത്രി 12 മണിക്കൂർ കടയുണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും കഴിക്കാം. നമ്മൾ ഈ വീഡിയോ പണ്ടെടുക്കുമ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി വന്നതല്ല, വേറൊരു വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് വേകുന്ന ഭയങ്കര മണം. അങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ ഇവിടെ കയറി നമ്മൾ കഴിച്ചു വീഡിയോ ഒക്കെ എടുത്തേച്ചും പോയതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്വാദ് ഓർമ്മയിലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്ന. ഇങ്ങനത്തെ ചില സ്ഥലങ്ങളുടെയൊക്കെ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തതായതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്ന സ്ഥലമായതുകൊണ്ടും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു മാറ്റമില്ല, രുചിയൊക്കെ അങ്ങനെ തന്നെയാണ്. ചിക്കൻ്റെ ഗ്രേവിയാണ് ഒഴിക്കാൻ കൊടുക്കുക അല്ലേ. നാടൻ കോഴീൻ്റെ കിട്ടണ സ്ഥലങ്ങൾ പറയുമ്പോൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണിത്, ഈ ശംഭു ശങ്കരൻ. ഇവിടെയാണെങ്കിൽ പെരട്ടല്ല കേട്ടോ കിട്ടുക. അതാ നമുക്ക് തോരനാണ്, ചിക്കൻ തോരൻ എന്ന് പറഞ്ഞ ഒരു വിഭവം നമ്മൾ പലപ്പോഴും കാണിക്കുമ്പോൾ ചോദിക്കും ഇതെന്താണ്. തിരുവനന്തപുരത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ നാട്ടിലേക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണ മാതിരിയുള്ള കുറേ കറികളൊന്നും ഉണ്ടാവില്ല. സാലഡ്, അച്ചാർ, കപ്പ, ഈ ചിക്കൻ തോരൻ, ഇത്രയേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കപ്പയും ഇച്ചിരി ചോറും നാടൻ കോഴിയുടെ ഗ്രേവിയും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കണം. ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ചാനലിൻ്റെയൊക്കെ ഒരു തുടക്ക സമയത്തെ 2.5 വർഷം മുന്നേയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ ഞായറാഴ്ച ദിവസവും കടയുണ്ട്, അങ്ങനെ അവധിയൊന്നുമില്ല. ഒരു 12 മണി മുതൽ മാക്സിമം 1:30 അല്ലെങ്കിൽ 2 മണി, അതിൻ്റെ ഇടയിൽ തീരും. അപ്പോൾ ആ സമയത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിനകത്തുണ്ട്, ശംഭു ശങ്കരൻ എന്ന് പറഞ്ഞാൽ ആര്യനാട്. അങ്ങനെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ മാത്രമല്ല, അവരുടെ കോൺടാക്ട് നമ്പറും ഒക്കെ വിളിച്ച് ചോദിക്കാൻ വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ. സാധാരണ ഇവിടെ നല്ല വാഴയിലയിലൊക്കെയാണ് കേട്ടോ. പിന്നെ ഇല കിട്ടാത്തതുകൊണ്ടാണ് ഈ ഇതിനകത്ത് ചോറ് വിളമ്പിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ചേച്ചി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ശംഭു ശങ്കരൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പറയണേന്ന് പറഞ്ഞു. അറിയാത്ത കുറേ ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശംഭു ശങ്കരൻ്റെയൊക്കെ ഈ കേരളത്തിലെ എല്ലാ ജില്ലയിൽക്കും ഉള്ള ആളുകൾക്ക് അറിയുന്ന അത്രയേറെ വീഡിയോസും വ്ളോഗ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഒരു ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരതാണ്. നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇതിൻ്റെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതാ കടുക് താളിച്ച കപ്പയും ചിക്കൻ പെരട്ടുമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വന്ന് വീഡിയോ ഇട്ടിട്ട് അധികം നാളായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് പോയ നാടൻ കോഴി പെരട്ടിൻ്റെ വീഡിയോ ഇവിടത്തെയാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ സതീഷ് ചേട്ടനാണ്. സതീഷ് ചേട്ടനെ എല്ലാവർക്കും അറിയാം. അന്ന് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് സതീഷ് ചേട്ടനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ വന്നു. കാരണം ഈ RCCയിലേക്കുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഒരുപാട് ആളുകൾ ചേട്ടൻ അതിന് ശേഷം വീഡിയോ കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു, സഹായമൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ സ്ഥലം നെയ്യാറ്റിങ്കര ആണ്, ഊരുട്ടുകാല എന്ന് പറയും. പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെയാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി വരെ കിട്ടും. അപ്പോൾ കപ്പ, പുട്ട്, പൊറോട്ട അതൊക്കെയാണ് ഇവിടെ കിട്ടണത്. അതിൻ്റെ കൂടെ പെരട്ട് കിട്ടും. ഞായറാഴ്ച മാത്രം ബീഫ് തോരനും കിട്ടും. ഇവിടെ കഴിച്ചപ്പോൾ അന്നും ഞാൻ പറഞ്ഞു ഒരു വേറൊരു മസാലയാണ്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ
നമ്മളങ്ങനെ ഇതാ അടുത്ത സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇത് വിനോദേട്ടൻ്റെ കട. വിനോദേട്ടൻ്റെ കടയും നമ്മൾ മുമ്പേ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ആറ്റുകാലാണ് കട വരുന്നത്. നോക്കി ഇതാ ഒരു മസാലയൊക്കെ കണ്ട. ഇവിടെ ദേ പുട്ടൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുക വാഴയിലയിൽ. കാരണം കൂടുതലും പാഴ്സലാണേ. അപ്പോൾ പാഴ്സലിന് ആളുകൾ വരുമ്പോൾ നേരെ അങ്ങ് എടുത്ത് കൊടുക്കാമല്ലോ. പുട്ട് കുത്തി ഇങ്ങനെ ആടിലിൽ എന്തൊരു മണമെന്നറിയോ വാഴയില ഇങ്ങനെ വാടിയിട്ട് നോക്ക്. പിന്നെയുള്ളത് ദേ കപ്പ പുഴുങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഇത്. ഇതാ ഈ സവാളയൊക്കെ കൂടി ഇങ്ങനെ ഒരു ചമ്മന്തി. ഭയങ്കര രസമാണ്. ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. ഞാൻ കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോണേ. ഇപ്പോൾ നാടൻ കോഴിയാവുമ്പോൾ അത്ര ഈസിയിൽ കഴിക്കാൻ പറ്റൂലല്ലോ. കുറച്ച് എല്ലൊക്കെ ഉണ്ടാവും. അങ്ങനെ കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ. അതല്ലല്ലോ, ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ. ഒരു രുചിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഒന്നും ചേർക്കണ്ട, എല്ലാം പാകത്തിനാ. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ 4 മണി മുതൽ ഒരു 8:30 ആകുമ്പോഴേക്കും തീരും. പക്ഷെ ചേട്ടൻ ഇത് ഫുൾ ടൈം ആക്കിയാലോ എന്നുള്ള പരിപാടികളൊക്കെ ആലോചനയിലുണ്ട്. അത് തീരുമാനമായിട്ടില്ല. അപ്പോൾ ഈ കടമുറി പോരാ, കുറച്ചും കൂടി സൗകര്യത്തിലേക്കൊക്കെ തുടങ്ങണം. എന്തായാലും ഞാൻ എല്ലാ കടയിലും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചൊക്കെ ചോദിക്കാമല്ലോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നതേ ആറ്റുകാൽ ഹോസ്പിറ്റലുണ്ട്. ആറ്റുകാൽ ഹോസ്പിറ്റലിനോട് ചേർന്ന്, ആ ഹോസ്പിറ്റലിനോട് കയറുന്ന വഴിയിൽ ചേർന്നിട്ടാണ് ഈ വിനോദേട്ടൻ്റെ കടയിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്രയും സ്ഥലങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ നാടൻ കോഴി കിട്ടണം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കൂടുതലാവുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു 7 വീഡിയോ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതലാകുമ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയി മാറും. അതും ഒരു ബോറല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ നമുക്ക് ഇനിയും ചെയ്യാൻ സമയവും ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആര്യനാട് അനി ഹോട്ടൽ. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണം, നാടൻ കോഴിയൊക്കെ. പക്ഷേ ആ കട അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് തുറക്കുന്നില്ല. ഞങ്ങൾ പോയി 3-4 വട്ടം പോയി. ആ കടയും കൂടെ ഒന്ന് എടുത്തിട്ട് ഇത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നടന്നില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴേ ഇനി നമുക്ക് ചെയ്യാം. ഇനിയും ഉണ്ടെന്നേ ഒരുപാട് സ്ഥലങ്ങൾ, നമ്മൾ വിട്ടുപോയ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഓടി എത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. ഈ ആറ്റുകാലത്തെ കടയുടെ ഒരു പ്രത്യേകത, ബാക്കി നമ്മൾ കാണിച്ചത് എല്ലാം നല്ല ഉള്ളിലേക്കാണ്. ഇപ്പോൾ പ്രാവച്ചമ്പലായാലും ആര്യനാടായാലും ഒക്കെ സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. ഇതാവുമ്പോൾ ടൗണിൽ തന്നെയാണ് എന്നുള്ളതും കൂടിയാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ഇതറിയാം, ഇതാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് അല്ലാത്തവരും ഇവിടെ വരുമ്പോൾ എവിടെയാണ് നാടൻ കോഴി കിട്ടുക, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്, ചേച്ചി എവിടെയാണ് നാടൻ കോഴി കിട്ടുക. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് പോലും അപ്പോൾ കിട്ടാറില്ല. വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാനും ഞാൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ എന്ന് വിചാരിക്കണം. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.